ഹായ്, കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം. ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബ് തരിക. ഒരു പാത്രം എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ കടലമാവ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിക്കാം. ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇത് നന്നായി കുഴച്ചെടുക്കണം. നല്ലതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വരയിട്ട് വച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. മീനും ആഡ് ചെയ്ത് നല്ലതുപോലെ ഈ മസാലയെല്ലാം മീനിൽ കോട്ട് ചെയ്ത് വരുന്ന രീതിയിൽ നല്ലതുപോലെ കുഴച്ച് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബും തരിക. ആ ബെല്ലൈക്കണോടെ ഒന്ന് പ്രസ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. മീൻ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് നല്ലതുപോലെ വിരവി നമുക്ക് ഒരു അരമണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. എങ്കിലേ മീനിൽ നന്നായി ഉപ്പും കടലമാവിൻ്റെ ടേസ്റ്റും മുളക് പൊടിയുടെ എരിവെല്ലാം പിടിക്കത്തുള്ളൂ. ഇവിടെ ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറി ലീഫ് ആഡ് ചെയ്യാം. കറി ലീഫ് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ റെസ്റ്റ് ചെയ്യാൻ വച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഓരോന്നായി നിരത്തി വയ്ക്കാം. ഇവിടെ എല്ലാ മീനും ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് പൊരിഞ്ഞു വരട്ടെ. ഒരു സൈഡും പൊരിഞ്ഞതിന് ശേഷം നമുക്ക് മറു സൈഡും മറിച്ചിട്ട് കൊടുക്കാം. ഇവിടെ നന്നായി ഒരു സൈഡ് പൊരിഞ്ഞിട്ടുണ്ട്. അടുത്ത സൈഡോട്ട് മറിച്ചിടുക. എല്ലാം ഇവിടെ ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. അല്പം കഴിഞ്ഞ് നോക്കിയപ്പോൾ അവിടെയും നന്നായി മൊരിഞ്ഞു. ഇവിടെ മീനെല്ലാം ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഈ എണ്ണയിൽ തന്നെ ബാലൻസ് വന്ന മീനൂടെ ആഡ് ചെയ്ത് മറിച്ചും തിരിച്ചുവിട്ട് നല്ലതുപോലെ പൊരിച്ചെടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ്. മീൻ പൊരിക്കുന്നവർ ചിലർ അരിപ്പൊടി ഇടും, റവ ഇടും. ഞാൻ ഇവിടെ കടലമാവിട്ടാണ് പൊരിച്ചേക്കുന്നത്. നല്ല ടേസ്റ്റാണ്, ഒരു സൂപ്പർ ടേസ്റ്റ്, ഒരു വെറൈറ്റി ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.